എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്നത്തെ കർമ്മത്തെയും ആ ശക്തി ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ. അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 21-ാമത്തെ അധ്യായം. അതാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നിരുന്നത്. 20-ാമത്തെ അധ്യായത്തിലെ മൈത്രേയ മഹർഷി വിതുരർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് ഭഗവാന്റെ ബ്രഹ്മദേവൻ നടത്തുന്ന സൃഷ്ടികർമ്മത്തെക്കുറിച്ച് അതായിരുന്നു 20-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ബ്രഹ്മദേവന്റെ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് പറഞ്ഞു. അവസാനമായപ്പോൾ ബ്രഹ്മാവിന് തന്നെ മനസ്സിലായി, മനനം ചെയ്ത് മനസ്സിലാക്കി, ഈ എൻ്റെ കർമ്മം പൂർത്തിയായി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ ആ ഒരു മനനം ചെയ്ത് മനസ്സിലാക്കിയതിൽ നിന്നും, ആ അറിവിൽ നിന്നും അദ്ദേഹം ആ മനനം ചെയ്ത് മനസ്സിലാക്കിയ ആ ഒരു ചിന്തയുണ്ടല്ലോ, ബ്രഹ്മാവിൻ്റെ ചിന്തകളിൽ നിന്നുമാണ് എല്ലാ സൃഷ്ടികളും ഉണ്ടായിട്ടുള്ളത്. മനസ്സിൻ്റെ ആ തോട്ട് ഫോംസിൽ നിന്നാണ് ഓരോ സൃഷ്ടിയും ഉണ്ടായത്. അപ്പോൾ ബ്രഹ്മദേവൻ എൻ്റെ കർമ്മം പൂർത്തിയായി എന്ന് ചിന്തിച്ചപ്പോൾ, അത് മനസ്സിലാക്കിയപ്പോൾ, ആ മനസ്സിലാക്കിയതിൽ നിന്നും ഉണ്ടായത്, സൃഷ്ടിക്കപ്പെട്ടതാണ് മനുവിൽ നിന്നാണ് മന്വന്തരങ്ങൾ ഉണ്ടായത്. ആ മനുവിൽ നിന്നാണ് പിന്നീട് സൃഷ്ടികർമ്മം സംഭവിച്ചത്. അവിടെയാണ് 20-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. അപ്പോൾ 21-ാമത്തെ അധ്യായത്തിലെ വിതുരര് മൈത്രേയ മഹർഷിയോട് വീണ്ടും ചോദിക്കുകയാണ്, ബ്രഹ്മാവ് നടത്തുന്ന സൃഷ്ടികർമ്മത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞു തന്നു. ഇനി ബ്രഹ്മാവിൽ നിന്നും ഉണ്ടായ സ്വയംഭുവ മനു, അദ്ദേഹത്തിൻ്റെ പത്നി ശതരൂപ, അവരിലൂടെ, അതായത് സ്ത്രീ പുരുഷ ഇണചേരുന്നതിലൂടെയുള്ള സൃഷ്ടി, പ്രജകളുടെ സൃഷ്ടി, അതെങ്ങനെയാണ് സംഭവിച്ചത്? അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരൂ എന്ന് വിതുരര് ചോദിക്കുകയാണ്. അതിനുശേഷം പറഞ്ഞു, സ്വയംഭുവ മനുവിന് 2 പുത്രന്മാരുണ്ട്. ഉത്താനപാദ മഹാരാജാവും പ്രിയവ്രത മഹാരാജാവും. അവർ രണ്ടുപേരും വളരെ ഭംഗിയായിട്ട് ഭൂമി ഭരിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിന് 3 പെൺമക്കളുണ്ട്. ദേവഹൂതി, ആകൂതി, പ്രസൂതി. അങ്ങനെ മൂന്ന് പെൺമക്കളുണ്ട്. അതിലെ സ്വയംഭുവ മനുവിൻ്റെ മകളും അതോടൊപ്പം മഹർഷിയുടെ പത്നിയുമായിട്ടുള്ള ദേവഹൂതി, അവരിലൂടെ എങ്ങനെയാണ് സൃഷ്ടി നടന്നത്? പിന്നെ അതുമാത്രമല്ല, അതായത് ഈ കർദമ മഹർഷി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ സ്വയംഭുവ മനുവിന്റെ പുത്രിയായിട്ടുള്ള ദേവഹൂതി അഷ്ടാംഗയോഗ ലക്ഷണങ്ങളോടുകൂടിയ സ്ത്രീയാണ്. അതുപോലെ തന്നെ യോഗീവരനായിട്ടുള്ള മഹായോഗിയായിട്ടുള്ള കർദമ പ്രജാപതി, അവരിലൂടെ എങ്ങനെയാണ് സൃഷ്ടി നടത്തിയത്? എത്ര മക്കൾക്ക് അവർ ജന്മം നൽകി? പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ 2 മറ്റു പുത്രിമാരാണ് ആകൂതി, പ്രസൂതി. അവര് രണ്ടുപേരും, പ്രസൂതിയെ വിവാഹം കഴിച്ചിരിക്കുന്ന ദക്ഷ പ്രജാപതിയും അതുപോലെ തന്നെ രുചി പ്രജാപതിയുമാണ് ആകൂതിയെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അവര് രണ്ടുപേരും, അവരിലൂടെയും എങ്ങനെയാണ് ഈ സൃഷ്ടികർമ്മം തുടർന്നത് എന്നൊക്കെയാണ് വിതുരര് ചോദിക്കുന്നത്. അപ്പൊ മൈത്രേയ മഹർഷി അതിന് ഉത്തരം പറയുമ്പോൾ, ആദ്യം സ്വയംഭുവ മനുവിനും ശതരൂപയ്ക്കും ഉണ്ടായ മക്കള്, അതിലെ ദേവഹൂതി, കർദമ മഹർഷിയും ദേവഹൂതിയും എത്ര മക്കൾക്ക് ജന്മം നൽകി എന്നാണ്, അതിനുള്ള ഉത്തരമാണ് ആദ്യം പറയുന്നത്. അപ്പോൾ കർദമ പ്രജാപതി ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം ആ ഒരു സൃഷ്ടികർമ്മം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് സരസ്വതി നദിയുടെ തീരത്ത് 10,000 സംവത്സരങ്ങളുള്ള ഒരു ധ്യാനം, ആ ഒരു ധ്യാനത്തിൽ തപസ് ചെയ്തു. ആ തപസ് കണ്ട് അതിൽ സംതൃപ്തനായ ഭഗവാൻ കർദമ മഹർഷിയുടെ മുൻപിൽ പ്രത്യക്ഷനാവുകയാണ് ചെയ്തത്. അപ്പൊ അതാണ് നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഭാഗങ്ങൾ അതാണ്. അങ്ങനെ കർദമ മഹർഷി
തപസ് ചെയ്തപ്പോൾ ഭഗവാൻ ആകാശത്ത് ശംഖചക്ര ഗദാധാരിയായിട്ട് വന്ന ആകാശത്ത് നിന്ന് അദ്ദേഹത്തിന് സ്ഥിതി ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ദർശനം നൽകുകയാണ് ചെയ്തത്. അപ്പൊ മഹർഷി അത്യധികം സന്തോഷവാനായി. തന്റെ നേത്രങ്ങൾ എന്തിനു വേണ്ടിയാണോ തനിക്ക് കിട്ടിയത്, ഈ കണ്ണുകള്, ആ കാഴ്ച ഭഗവാനെ കാണാനായിരുന്നു. അത് സാധിച്ചല്ലോ. ഈ ലോകത്ത് മനുഷ്യരുടെ ഈ ഒരു ജീവിതം, ഈ ഒരു ഭൗതിക ജീവിതത്തില് ഈ ഭൗതിക ജീവിതം എന്താ പറയാ, ലൗകിക വിഷയങ്ങളും സുഖദുഃഖങ്ങളും എല്ലാം കൂടി ചേർന്ന ഈ ഒരു സംസാര സാഗരം മറികടക്കാനായിട്ടുള്ള ഒരേ ഒരു പോംവഴി ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പൂർണ്ണ ശരണാഗതി അടയുക, പൂർണ്ണമായും സമർപ്പിക്കുക എന്നതു മാത്രമാണ്. ഇപ്പൊ കർദമ മഹർഷി പറയുകയാണ് എന്നതു മാത്രമാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യര് അതിനെക്കുറിച്ചൊന്നും അറിയാതെ ഭഗവാൻ ഈ ഒരു നമ്മുടെ ലൗകിക സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി, സുഖസൗകര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് എന്താ, ആയുസ്സും ആരോഗ്യം തരണേ, കുടുംബം നന്നായിരിക്കണേ, നല്ല ജോലി വേണേ, മക്കളുണ്ട് നന്നായിരിക്കണേ, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ പ്രാർത്ഥനകളുണ്ടല്ലോ. ഭൗതികമായ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയും അതേ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ തന്നെയാണ് നമ്മൾ ശരണാഗതി അടയുന്നത്. മോക്ഷത്തിനാണെങ്കിലും അതേ ഭഗവാന്റെ തൃപ്പാദങ്ങളിലാണ് നമ്മൾ ശരണം പ്രാപിക്കുന്നത്. അപ്പോൾ അതുപോലെ മഹർഷി അങ്ങനെ പറയാൻ കാരണം, ഞാനിപ്പോൾ തപസ് ചെയ്തത് ഒരു മോക്ഷത്തിനല്ല, എന്നിൽ നിക്ഷിപ്തമായൊരു കർമ്മം ഉണ്ടല്ലോ, സൃഷ്ടികർമ്മം, അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ഭൗതികമായ ആഗ്രഹമാണ് എനിക്ക് അങ്ങയോട് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ ആഗ്രഹം, എൻ്റെ മനസ്സിന് എനിക്ക് അനുയോജ്യമായ പൂർണ്ണ തൃപ്തി വരുന്ന ഒരു പെൺകുട്ടിയെ എനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കണം. അവളിലൂടെ എനിക്ക് നല്ല മക്കൾക്ക് ജന്മം നൽകാനും സാധിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം എന്ന് കർദമ മഹർഷി ഭഗവാനെ അറിയിക്കുകയാണ്. അതെനിക്ക് സാധിച്ചു തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ അപ്പോൾ അതിന് ഭഗവാനെ ഇങ്ങനെ ഭഗവാനോട് ഇങ്ങനെ എന്താ പറയുക, ഭഗവാന്റെ മഹത്വങ്ങളെ വാഴ്ത്തിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് കർദമ മഹർഷി ഭഗവാനോട് പറയുന്ന ആ ഭാഗത്ത് വെച്ചാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ സത്സംഗം അവസാനിച്ചത്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. ശ്ലോകം 13, അതായത് തൃതീയ സ്കന്ധം അധ്യായം 21 ശ്ലോകം 19. ഏകഃ സ്വയം സൻ ജഗതഃ സസൃക്ഷയാ അദ്വിതീയയാ ആത്മൻ അതിയോഗമായയാ സൃജസി അധഃ പാസി പുനഃ ഗ്രസിഷ്യസേ യഥാ പൂർണ്ണനാഭി ഭഗവൻ സ്വശക്തിഭിഃ. ഏകഃ സ്വയം സൻ ജഗതഃ സസൃക്ഷയാ അദ്വിതീയ ആത്മൻ അതിയോഗമായയാ സൃജസി അധഃ പാസി പുനഃ ഗ്രസിഷ്യസേ യഥാ യഥോർണനാഭി ഭഗവൻ സ്വശക്തിഭിഃ. ഏകഃ സ്വയം, ഭഗവാനെ അങ്ങ് സ്വയം ഏകനായി നിൽക്കുന്ന ഭഗവാനെ അങ്ങ് സൻ എന്ന് വെച്ചാൽ ഇരിക്കുന്നു. അല്ലയോ ഭഗവാനെ, ഇപ്പൊ കർദമ മഹർഷി ഭഗവാനെ നോക്കിയിട്ട് പറയാണ്, അല്ലയോ ഭഗവാനെ അങ്ങ് സ്വയം ഏകനായിട്ടാണ് ഇരിക്കുന്നത്. എങ്കിലും ജഗതഃ സസൃക്ഷയ, ഈ പ്രപഞ്ചത്തെ, പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഏകമായ സത്യം, എങ്കിൽ പോലും അങ്ങ് ആഗ്രഹിക്കുകയാണ് ജഗതഃ സസൃക്ഷയ, ഈ ജഗത്തിനെ, ലോകത്തെ, പ്രപഞ്ചത്തെ സൃഷ്ടിക്കണമെന്ന് അങ്ങ് ആഗ്രഹിച്ചപ്പോൾ അദ്വിതീയയാ, അതായത് അദ്വിതീയനായ അങ്ങയിൽ, ആത്മൻ എന്ന് വെച്ചാൽ അങ്ങയിൽ നിന്ന് അതിയോഗമായ, അങ്ങയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ യോഗമായ ശക്തിയാൽ, അതാണ് അതിയോഗമായ, അദ്വിതീയനായ അങ്ങയുടെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ആ യോഗമായ ശക്തിയാൽ സൃജസി അതാ, അങ്ങ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുവല്ലോ. അതുമാത്രമല്ല പാസി, പരിപാലിക്കുകയും ചെയ്യുന്നു. പുനഃ, പിന്നീട് ഗ്രസിഷ്യസേ, അതിനെയെല്ലാം സൃഷ്ടിച്ച പ്രപഞ്ചത്തെ പിന്നിലേക്ക് ഉൾവലിക്കുകയും അങ്ങ് ചെയ്യുന്നുവല്ലോ. യഥാ എന്ന് വെച്ചാൽ ഏതുപോലെ, ഉർണനാഭി എന്ന് വെച്ചാൽ ചിലന്തി എപ്രകാരമാണോ തന്നിൽ നിന്ന് വരുന്ന നൂലിനാൽ വല കെട്ടിയിട്ട് മറ്റ് ജീവജാലങ്ങളെ അതിനകത്ത് പെടുത്തുന്നത്, എന്നാൽ ചിലന്തി അതിനകത്ത് പെടുന്നില്ല, അതുപോലെ, അതാണ് യഥാ ഉർണനാഭി. ഹേ ഭഗവൻ, അല്ലയോ ഭഗവാൻ, സ്വശക്തിഭിഹി, അങ്ങയുടെ സ്വന്തം ശക്തി, ത്രിഗുണ സത്വരജ തമോ ഗുണമാകുന്ന ആ ശക്തി കൊണ്ട് അങ്ങ് ഇവിടെ മായയെ സൃഷ്ടിക്കുകയാണ്. മായയിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സർവചരാചരങ്ങളെയും അതിനകത്ത് പെടുത്തിക്കളയുന്നു. പക്ഷെ അങ്ങ് അതിൽ നിന്ന് നിത്യമുക്തനാണ്, നിർമുക്തനാണ്. അങ്ങ് അതിൽ പെടുന്നില്ല. ജീവജാലങ്ങളെയും അങ്ങ് അതിലെ ആ മായയിൽ പെടുത്തിക്കളയുന്നു.
എന്നാൽ അങ്ങ് മാത്രമാണ് ഏകമായ ഒരേ ഒരു സത്യം. അതാണ് പറഞ്ഞത്. അല്ലയോ ഭഗവാനെ, അങ്ങ് മാത്രമാണ് ഏകമായ ഒരേ ഒരു സത്യമായി ഇരിക്കുന്നത്. എന്നാൽ പോലും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കണമെന്ന് അങ്ങ് ആഗ്രഹിച്ചപ്പോൾ അങ്ങയുടെ ഉള്ളിൽ നിന്ന് തന്നെ, അദ്വിതീയനായിരിക്കുന്ന അങ്ങയുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ ഉണർന്നു വന്ന ആ യോഗമായ ശക്തി, അങ്ങയിൽ ലയിച്ചിരിക്കുന്ന ആ യോഗമായ ശക്തിയാൽ അങ്ങ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, പരിപാലിച്ചു, അവസാനം പിൻവലിക്കുകയും സംഹരിക്കുകയും ചെയ്തു. ഒരു ചിലന്തി തന്നിൽ നിന്ന് വരുന്ന ആ ദ്രാവകം ഉപയോഗിച്ച് നൂലുണ്ടാക്കി ചിലന്തി വല കെട്ടി മറ്റ് ജീവജാലങ്ങളെയൊക്കെ അതിൽ പെടുത്തിക്കളയുന്നു. എന്നാൽ ചിലന്തി അതിൽ പെടാതെ മുക്തമായി നിൽക്കുന്നു എന്നതുപോലെ അങ്ങ് സ്വന്തം ഉള്ളിൽ നിന്ന് വരുന്ന മായാശക്തിയാൽ ആ മായാ പ്രപഞ്ചത്തിൽ എല്ലാ ചരാചരങ്ങളെയും പെടുത്തിക്കളയുന്നു. നമ്മളൊക്കെ ജനിച്ചു കഴിയുമ്പോൾ ഇതെൻ്റെ വീട്, ഇതെൻ്റെ ഭൂമി, ഇതെൻ്റെ അച്ഛൻ, അമ്മ എന്നൊക്കെയുള്ള ആ മായയിൽ നമ്മളെ പെടുത്തിക്കളയുന്നു. എന്നിട്ട് ഭഗവാൻ ഇതിലൊന്നും പെടാതെ മാറി ഏകനായിട്ട് നിൽക്കുന്നു. എങ്ങനെയാണ് ഭഗവാൻ ഈ മായയിൽ ഇതിനെയൊക്കെ സൃഷ്ടിച്ചത്? സ്വശക്തിഭിഹി, സ്വന്തം ശക്തിഭിഹി, ത്രിഗുണമാകുന്ന ശക്തി കൊണ്ട്, സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിയാനത്തിൽ നിന്നും ഇതിനെയൊക്കെ സൃഷ്ടിച്ചല്ലോ ഭഗവാനെ. അങ്ങനെ ഒരു ചിലന്തി വല കിട്ടുന്നത് പോലെ അങ്ങ് മായാ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുവല്ലോ. അതാണ് ചോദിക്കുന്നത്. ശ്ലോകം 20. ന ഏതദ്ബദ അദീശാപദം തവ ഈപ്സിതം യത് മായയാ നഹ തനുഷേ ഭൂതസൂക്ഷ്മം അനുഗ്രഹായ അസ്തു അഭി യർഹി മായയാ ലസത്തുളസ്യാ തനുവാ വിലക്ഷിതഃ. ന ഏതദ്ബദ അദീശാപദം തവ ഈപ്സിതം യത് മായയാ നസ്തനുഷേ നഹ തനുഷേ ഭൂതസൂക്ഷ്മം അനുഗ്രഹായ അസ്തു അഭിയർഹി മായയാ ലസത്തുളസ്യാ തനുവാ വിലക്ഷിതഃ. ന എന്ന് വെച്ചാൽ അല്ല എന്ന്, ഏതെന്ന് വെച്ചാൽ അർത്ഥം ഇത് എന്ന് വെച്ചാൽ ഈ സ്ഥിതി. അതെന്താണെന്നാണ് ഈ പറയുന്നത്? ബദ എന്ന് വെച്ചാൽ അത്ഭുതം തന്നെ. അദീശ, അല്ലയോ ഭഗവാനെ, തവ പദം, അങ്ങയുടെ പദം എന്ന് പറഞ്ഞാൽ അങ്ങ് സൃഷ്ടിച്ച ഈ ഭൗതിക ലോകം. ഈപ്സിതം, അപ്പോൾ ആ ഈപ്സിതം എന്ന് വെച്ചാൽ ആഗ്രഹിക്കുക. ഏറ്റവും ആദ്യം പറഞ്ഞ ന എന്ന് വെച്ചാൽ ഇല്ല എന്ന് വെച്ചാൽ അപ്പോൾ അതിനെ കൂട്ടി വായിക്കുമ്പോൾ അങ്ങ്, ഇത് അത്ഭുതം തന്നെയാണ് ഭഗവാനെ, അങ്ങ് ഈ ഭൗതിക ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ ഇത് സൃഷ്ടിക്കണമെന്ന്, ഇതിങ്ങനെ സംഭവിക്കണമെന്ന് അങ്ങ് ഒരിക്കലും ആഗ്രഹിച്ചതല്ലാന്ന്. തവ പദം ഈപ്സിതം, അങ്ങ് ഈ ഭൗതിക പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് എല്ലാവരും ഇതിനകത്ത് പെടുത്തിക്കളയണമെന്ന് ഒരിക്കലും അങ്ങ് ന ഈപ്സിതം ആഗ്രഹിച്ചിട്ടില്ല. യത് മായയ, അങ്ങയുടെ തന്നെ മായാശക്തിയാൽ നഹ ഞങ്ങളൊക്കെ ഭൂതസൂക്ഷ്മം എന്ന് വെച്ചാൽ ഭൗതികമായ ഒരുപാട് ആഗ്രഹങ്ങൾ തനുഷേ, അങ്ങയുടെ മായ, അങ്ങ് തന്നെ ഉണ്ടാക്കി അങ്ങയിൽ നിന്ന് വന്ന തന്നെ മായാശക്തിയാൽ ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ ഈ ഭൗതികമായ, ഭൂതസൂക്ഷ്മം എന്ന് വെച്ചാൽ ഭൗതികമായ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. തനുഷേ, അങ്ങ് തന്നെ ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നു. പക്ഷെ അത് അങ്ങ് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. നമ്മളെയൊക്കെ ഈ മായയിൽ പെടുത്തിക്കളഞ്ഞ് ഇങ്ങനെ ഇവിടെ ഇടണം എന്ന് അങ്ങ് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അതാണ് പറയുന്നത്. അങ്ങയുടെ ഉള്ളിൽ നിന്ന് അങ്ങ് ഞാൻ ആരാണ് എന്ന് അറിയണമെന്ന് അങ്ങ് ആഗ്രഹിച്ചപ്പോൾ അങ്ങയുടെ ഉള്ളിലെ പ്രകൃതി ശക്തി ഉണർന്നു, മായ ഉണർന്നു, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിക്കപ്പെട്ട സർവ്വചരാചരങ്ങളും ആ മായയിൽ അങ്ങനെ പെടുകയാണ്. അപ്പോൾ ആ മായയിൽ പെട്ടതുകൊണ്ട് നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. അതാണ് പറയുന്നത്. പക്ഷേ ഭഗവാൻ ഈ ആഗ്രഹങ്ങളുടെ പിന്നാലെ അത് നിറവേറ്റാൻ ഓടി നടന്ന് നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെടണം, വീണ്ടും ജനിച്ചു മരിക്കണം, ഇതൊന്നും ഭഗവാൻ ആഗ്രഹിച്ചിട്ടില്ല. അതാണ് പറയുന്നത്. ഭഗവാനെ, അങ്ങ് തന്നെ സൃഷ്ടിച്ച ഈ ഭൗതിക ലോകം അങ്ങയുടെ മായയാൽ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഭൗതികമായ ആഗ്രഹങ്ങൾ തനുഷേ, അങ്ങ് തന്നെയാണ് ആ മായാശക്തിയാൽ ഞങ്ങളുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ അതൊരിക്കലും അങ്ങ് ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ അനുഗ്രഹായ അസ്തു അഭി, എങ്കിൽ പോലും അങ്ങ് സൃഷ്ടിച്ച, അങ്ങ് തന്നെ അങ്ങയുടെ മായ കൊണ്ട്, അങ്ങയിൽ നിന്ന് വന്ന മായയാൽ അങ്ങ് സൃഷ്ടിച്ച ഈ ഭൗതിക പ്രപഞ്ചം ഞങ്ങൾക്ക് മായയിൽ പെട്ടാൽ പോലും അതും ഞങ്ങൾക്ക് അനുഗ്രഹായ അസ്തു, അതും ഞങ്ങൾക്കൊരു അനുഗ്രഹം തന്നെയാണ് എന്നാണ് പറയുന്നത്. ഏത് വിധത്തിലാണ് ഈ മായയിൽ പെടുന്നത് ഒരു അനുഗ്രഹമാകുന്നത്? അതാണ് ഇനി പറയുന്നത്. യർഹി മായയാ, യർഹി എന്ന് വെച്ചാൽ എന്തുകൊണ്ടെന്നാൽ മായ, ഈ മായയുള്ളത് കൊണ്ടാണ് ലസത്ത് തുളസി, അതിമനോഹരമായ തുളസീദളങ്ങൾ കൊണ്ട് കോർത്ത ഹാരം, മാല ചാർത്തിയ
തനുവ, ഭഗവാന്റെ ആ തിരുവുടൽ, വിലക്ഷിത നമുക്ക് കാണാൻ സാധിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതെല്ലാം മായയാണ്. പക്ഷെ ആ മായയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഭഗവാന്റെ ആ തുളസീദളങ്ങൾ കോർത്ത് മനോഹരമായി ആ കഴുത്തിൽ ചാർത്തി നിൽക്കുന്ന ഭഗവാന്റെ ആ തിരുവുടലുണ്ടല്ലോ, നമുക്ക് കണ്ണുകൊണ്ട് കാണാനും മനസ്സാകുന്ന ഇന്ദ്രിയം കൊണ്ട് നമുക്ക് കാണാനും കണ്ണുകൊണ്ട് കാണാനും നമുക്ക് സാധിക്കുന്നത് മായയുള്ളത് കൊണ്ടല്ലേ. മായയുടെ സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിയാനത്തിൽ സത്വഗുണമേറി നിൽക്കുന്ന സത്വഗുണ സ്വരൂപനായ ഭഗവാന്റെ രൂപത്തെ നമുക്ക് കാണുന്നത് മായയിൽ പെട്ടുകിടക്കുന്നത് കൊണ്ടല്ലേ. അതുകൊണ്ട് അങ്ങ് തന്നെ സൃഷ്ടിച്ച ഈ മായ യഥാർത്ഥത്തിൽ ഞങ്ങൾക്കൊരു അനുഗ്രഹം തന്നെയാണ്. അതാണ് പറയുന്നത്. ഇപ്പൊ ഭഗവാൻ മുന്നിൽ നിൽക്കുകയല്ലേ, ദർശനം കിട്ടി നിൽക്കുകയാണ് കർദമ മഹർഷിയുടെ. അപ്പം മഹർഷി പറയാണ് ഈ മായയിൽ കിടക്കുന്നതും ഒരു അനുഗ്രഹം തന്നെയായിട്ടാണ് ഭവിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് എല്ലാത്തിൽ നിന്നും മുക്തനായി നിൽക്കുന്ന ആ പരമാത്മാവിനെ നമുക്കൊരു രൂപം കൊണ്ട് സങ്കല്പിക്കാൻ കഴിയില്ല. പക്ഷേ ഭഗവാനെ ആ തുളസീദളങ്ങൾ കൊറുത്ത ഹാരം കഴുത്തിൽ ചാർത്തി നിൽക്കുന്ന ഭഗവാന്റെ മനോഹരമായ തിരുവുടൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് ഈ മായയിലിരിക്കുന്നത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് അങ്ങ് തന്നെ സൃഷ്ടിച്ച ഈ മായ ഞങ്ങൾക്കൊരു അനുഗ്രഹം കൂടിയാണ് എന്നാണ് പറയുന്നത്. ശ്ലോകം 21. തം ത്വാ അനുഭൂത്യ ഉപരതക്രിയാർത്ഥം സ്വമായയാ ആവർത്തിത ലോകതന്ത്രം നമാമി അഭീക്ഷണം നമനീയ പാദസരോജം അൽപീയസി കാമവർഷം. തം ത്വാ അനുഭൂത്യ ഉപരതക്രിയാർത്ഥം സ്വമായയാ ആവർത്തിത ലോകതന്ത്രം നമാമി അഭീക്ഷണം നമനീയ പാദസരോജം അൽപീയസി കാമവർഷം. എന്താണ് ഇവിടെ പറയുന്നത് വെച്ചാൽ അനുഭൂത്യ എന്ന് വെച്ചാൽ അനുഭവിച്ചറിഞ്ഞിട്ട്, ഉപരത ക്രിയാർത്ഥം ഈ ഭൗതിക ലോകത്തിലുള്ള സകല ചരാചരങ്ങളും അവരുടെ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളെയും ഒക്കെ അനുഭവിച്ച് എല്ലാ അറിവും നേടിയതിന് ശേഷം ഉപരത ക്രിയാർത്ഥം എന്ന് വെച്ചാൽ അവസാനം എല്ലാ ഭൗതികമായ എല്ലാത്തിനെയും ഉപേക്ഷിച്ചു എന്നും, മനസ്സുകൊണ്ട് ഉപേക്ഷിക്കുന്നത് വരെ സ്വമായയാ അങ്ങ് സ്വന്തം മായാശക്തിയാൽ ആവർത്തിത ലോകതന്ത്രം ഈ പ്രപഞ്ചത്തിൻ്റെ ഇങ്ങനെ സൃഷ്ടികർമ്മം അങ്ങ് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പൊ സർവചരാചരങ്ങളും ജീവസത്തകളും എന്തൊക്കെയാണോ അവരുടെ ഉള്ളിൽ അവർ ആഗ്രഹിച്ച് ചിന്തിച്ചു കൂട്ടുന്നത് അതൊക്കെ അനുഭവിച്ചറിഞ്ഞതിന് ശേഷം ഇനി ഈ ഭൗതിക ലോകത്ത് എനിക്ക് ഒന്നും നേടാനില്ല, ഞാൻ എന്തിനാണോ ഈ ഇന്ദ്രിയങ്ങളും മനസ്സും ശരീരവും ബുദ്ധിയും ഒക്കെ കൊണ്ട് ജന്മമെടുത്തത് ഭഗവാനെ നേടാൻ വേണ്ടിയിട്ടാണ് എന്ന്, അതുകൊണ്ട് ഈ ഭൗതിക ലോകത്ത് എനിക്ക് ഒന്നും നേടാനില്ല എന്ന് തോന്നി അവൻ ഇവിടെ നിന്നെല്ലാം മനസ്സാൽ എന്നുപേക്ഷിക്കുന്നുവോ അതുവരെ ഭഗവാനെ അങ്ങയുടെ തന്നെ മായാശക്തിയാൽ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും. അല്ലേ? അതൊരു വലിയ പോയിന്റ് അല്ലേ? പറഞ്ഞതൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രപഞ്ചം ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ജനിച്ചു മരിച്ച് നിൽക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചിന്തകള്, ആ ആഗ്രഹങ്ങള്, അതിൻ്റെ പൂർത്തീകരണം സംഭവിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ നിലനിൽക്കുന്നത്. ഇപ്പൊ പെട്ടെന്നൊരു ദിവസം പ്രപഞ്ചം ഇപ്പൊ 1000 ചതുരയുഗങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചം അങ്ങനെ അവസാനിച്ചു കഴിഞ്ഞാൽ അതിൽ വരെ ജനിച്ചു ജീവിച്ച എല്ലാ ജീവസത്തകൾക്കും ഒരുപോലെ ആ ഭൗതികമായ അവരുടെ തൃഷ്ണ, അവരുടെ ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണം സംഭവിച്ചിട്ടില്ലെങ്കിൽ പ്രപഞ്ചം അതോടുകൂടി അവസാനിച്ചാൽ ഈ വന്നവരൊക്കെ പിന്നെ എങ്ങനെ തിരിച്ചു പോവും? എല്ലാവർക്കും എങ്ങനെ ഭഗവാനിലേക്ക് ലയിക്കാൻ പറ്റും? അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും, എല്ലാ ചരാചരങ്ങളും അവരുടെ ഭൗതികമായ മോഹങ്ങൾ പൂർത്തീകരിച്ച് എന്ന് ആത്മസാക്ഷാത്കാരത്തിൽ എനിക്കിനി ആത്മസാക്ഷാത്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നുവരെയാണോ അതുവരെ ഭഗവാൻ സ്വന്തമായ ശക്തിയാൽ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ സൃഷ്ടികർമ്മത്തെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് ഭഗവാൻ ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ജനിച്ചു മരിച്ചു പോകുന്നവർ അത് മനസ്സിലാക്കി എൻ്റെ ജന്മലക്ഷ്യം എനിക്ക് ഈ കണ്ണ്, ഈ ചെവി, ഈ മൂക്ക്, ഈ നാക്ക്, ഈ തൊക്ക്, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ഈ മനസ്സും ഭഗവാനെ ദർശിക്കാനാണ്, ഭഗവാനിലേക്ക് ലയിക്കാനാണ് എന്ന് തിരിച്ചറിയുന്നിടത്ത് ഈ ചുറ്റുമുള്ള നമ്മളുടെ ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ, അത് എന്ന് വിടുന്നു, എന്നിട്ട് എന്ന് ഭഗവാനിലേക്ക് ലയിക്കണമെന്ന് തിരിച്ചറിയുന്നു, ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ അതിലേക്ക് എല്ലാ ജീവസത്തകളും നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങോട്ട് തന്നെയാണ്.
കുറേ പേര് അവരുടെ പ്രാരാബ്ദങ്ങൾ തീർത്ത് വീണ്ടും ജനിക്കും, വീണ്ടും പ്രാരാബ്ദങ്ങൾ തീർക്ക് അങ്ങനെ പോകുന്നു. എല്ലാവരുടെയും പോക്ക് അതിലേക്ക് തന്നെ. ഒരു മാലയിൽ കോർക്കപ്പെട്ട മുത്തുകളെ പോലെ നമ്മളെല്ലാവരും, കുറേ പേര് മുന്നിൽ, കുറേ പേര് പിന്നിൽ, അത്രയേ ഉള്ളൂ. എല്ലാവരും അതിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ, സർവചരാചരങ്ങളെയും ഭഗവാൻ ഇങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ നമനീയ പാദസരോജം, ആരാധിക്കപ്പെടുന്ന ഭഗവാന്റെ ഭക്തന്മാരാൽ പൂർണ്ണ ശരണാഗതി അടഞ്ഞ് ആരാധിക്കപ്പെടുന്ന പാദസരോജം, താമരപ്പൂ പോലെയുള്ള പാദങ്ങളുള്ളവനും, അൽപീയസി കാമവർഷം, നിസാരമായ നമ്മുടെ ആഗ്രഹങ്ങൾ പോലും സാധിച്ചു തരുന്നവനുമായ, അനുഗ്രഹമായി സാധിച്ചു തരുന്നവനുമായ തം ത്വ, അങ്ങനെയുള്ള ഭഗവാനെ നമാമി അഭീക്ഷണം, അവിടുത്തെ പാദങ്ങളിൽ ഞാൻ ശരണാഗതി അടഞ്ഞ് സമർപ്പിച്ച് അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. മനസ്സിലായോ? അതാണ് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് എന്ന് പറഞ്ഞു. എല്ലാ ചരാചരങ്ങളും ഭൗതികമായ തൃഷ്ണകളൊക്കെ അടങ്ങിയിട്ട് ആത്മസാക്ഷാത്കാരം വേണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നു, അതിലേക്ക് എത്തുന്നു, അതുവരെ അങ്ങ് സ്വന്തം മായയാൽ ഈ ഒരു പ്രപഞ്ചത്തിൽ സൃഷ്ടികർമ്മത്തെ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ സ്വന്തം ഭക്തന്മാരാൽ എന്നും പൂജിക്കപ്പെടുന്ന തൃപാദങ്ങളോടുകൂടിയ ഭഗവാനെ, ഏതൊരു ഭക്തന്റെ നിസാരമായ ഭൗതികാഗ്രഹത്തെ പോലും അനുഗ്രഹമായി സാധിച്ചു കൊടുക്കുന്ന ഭഗവാൻ, അവിടുത്തെ തൃപ്പാദങ്ങളിൽ ഞാനും ഇതാ നമസ്കരിക്കുന്നു എന്ന് കർദമ മഹർഷി ആകാശത്തിൽ സ്ഥിതി ചെയ്തു നിൽക്കുന്ന, ദർശനം നൽകിക്കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് അങ്ങ് നമസ്കരിച്ചു. ഋഷി ഉവാച, ശ്ലോകം 22. ഋഷി ഉവാച. ഋഷി ഉവാച എന്ന് പറഞ്ഞാൽ ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത് മൈത്രേയ മഹർഷി വിതുരർക്ക്. അപ്പൊ മൈത്രേയ മഹർഷി പറയുകയാണ്, ഇതി അവ്യളീകം പ്രണുതഃ അബ്ജനാഭ തം ആബഭാഷേ അജസാ അമൃതേന സുവർണ പക്ഷ ഉപരി രോചമാനഃ പ്രേമസ്മിത ഉദീക്ഷണ വിഭ്രമത് ഭ്രുഹോ. ഇതി അവ്യളീകം പ്രണുതഃ അബ്ജനാഭഃ തം ആബഭാഷേ വജസാ അമൃതേന സുവർണ പക്ഷ ഉപരി രോചമാനഃ പ്രേമസ്മിത ഉദീക്ഷണ വിഭ്രമത് ഭ്രുഹോ. ഇതി. അപ്പോൾ മൈത്രേയ മഹർഷി പറയാണ്, വിതുരരോട് പറയാണ്, ഇപ്രകാരം അവ്യളീകം എന്ന് വെച്ചാൽ കലർപ്പില്ലാതെ, കാപട്യമില്ലാതെ ആത്മാർത്ഥമായിട്ട് പ്രണുതഃ അബ്ജനാഭ, നമസ്കരിച്ചപ്പോൾ, അബ്ജനാഭ എന്ന് വെച്ചാൽ ഭഗവാൻ ശ്രീഹരി, തം എന്ന് വെച്ചാൽ ആ കർദമ മുനിയോട് ആബഭാഷയെ മറുപടി പറഞ്ഞു എന്ന്. വജസ അമൃതേന, അമൃതതുല്യമായ മധുരമുള്ള വാക്കുകളാൽ ഭഗവാൻ ശ്രീഹരി കർദമ മഹർഷിയോട് മറുപടി പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് പറഞ്ഞത്? സുവർണ പക്ഷ ഉപരി. സുവർണ പക്ഷ ഉപരി എന്ന് വെച്ചാൽ സുവർണം, ഗരുഡന്റെ പക്ഷം എന്ന് വെച്ചാൽ തോളിന്റെ മുകളിൽ, ഉപരി എന്ന് വെച്ചാൽ മുകളിൽ, രോചമാന തിളങ്ങിക്കൊണ്ട്. അപ്പൊ ഗരുഡന്റെ പുറത്താണ് ഇരിക്കുന്നത് ഭഗവാൻ. ആകാശത്ത് നിൽക്കുന്ന ആ രൂപം ഗരുഡന്റെ പുറത്തിരിക്കുന്നതായിട്ടാണ് വന്ന് നിൽക്കുന്നത്. ഗരുഡന്റെ പുറത്തിരുന്ന് തിളങ്ങി നിൽക്കുന്ന ആ ഭഗവാൻ പ്രേമസ്മിതേനാണ്, സ്നേഹപൂർവമായി ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഉദീക്ഷണ കർദമ മഹർഷിയെ ഒന്ന് നോക്കിയിട്ട് വിഭ്രമത് ഭ്രുഹു. വിഭ്രമത് എന്ന് വെച്ചാൽ എന്താ, കാരുണ്യം, സ്നേഹം, കാരുണ്യത്തോടു കൂടിയിട്ട് ആ പുരികക്കൊടിയെ ഒന്ന് ഇളക്കിയിട്ട് പുഞ്ചിരിച്ചിട്ട് കർദമ മഹർഷിയെ ഒന്ന് നോക്കിയിട്ട് മധുരതരമായ വാക്കുകളോടെ കർദമ മുനിയോട് ഭഗവാൻ മറുപടി പറഞ്ഞു. ഇത്ര നേരം മഹർഷി പറയുന്നതൊക്കെ കേട്ടിട്ട് ഭഗവാൻ ആ ഗരുഡന്റെ പുറത്ത് തോളിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് പുഞ്ചിരിച്ചിട്ട്, സ്നേഹാർദ്രമായി പുഞ്ചിരിച്ചിട്ട്, കാരുണ്യത്തോടു കൂടി ആ പുരികക്കൊടികളെ ഒന്ന് ഇളക്കിയിട്ട് സ്നേഹത്തോടെ കർദമ മഹർഷിയെ നോക്കി മധുരതരമായ വാക്കുകളോടുകൂടി കർദമ മുനിയോട് മറുപടി പറഞ്ഞു. എന്താണ് ഭഗവാൻ പറഞ്ഞത്? അതാണ് ശ്ലോകം 23. ശ്രീ ഭഗവാൻ ഉവാച, വിദിത്വാ തവ ചൈത്യം മേ പുരായേവ സമയോജിതത് യത് അർത്ഥം ആത്മനിയമൈഹി ത്വയായേവ അഹം സമർച്ചിതഃ. വിദിത്വാ തവ ചൈത്യം മേ പുരായേവ സമയോജിതത് യദർത്ഥം ആത്മനിയമൈഹി ത്വയാ ഏവ അഹം സമർച്ചിതഃ. വിദിത്വ, ഭഗവാൻ പറയാണ് കർദമ മഹർഷിയോട്, ഞാൻ അറിഞ്ഞിരിക്കുന്നു, തവ അങ്ങയുടെ ചൈത്യം എന്ന് വെച്ചാൽ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. മേ എന്ന് വെച്ചാൽ ഞാൻ,
പുരായേവ പണ്ടേ തന്നെ മുൻകൂട്ടി തന്നെ സമയോചിത അത് വേണ്ട വിധത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന്. കർദമ മഹർഷിയുടെ ആവശ്യം എന്താ? അനുയോജ്യമായ ഒരു പെൺകുട്ടിയെ വധുവായി വേണം, സൃഷ്ടികർമ്മം ഭംഗിയായി നടത്താൻ. അതാണ് ആഗ്രഹം പറഞ്ഞത്. അപ്പൊ പറയാണ് കർദമ മഹർഷി, കർദമ പ്രജാപതി അങ്ങയുടെ മനസ്സിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് എനിക്കറിയാം. അതിന് വേണ്ട കാര്യങ്ങൾ സമയോചിതം വേണ്ടതുപോലെ ഞാൻ വളരെ മുന്നേ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ. യഥാർത്ഥം എന്താഗ്രഹം നേടിയെടുക്കാനാണോ ആത്മനിയമേ അങ്ങ് ശരീരമനോ ബുദ്ധിയെ നിയന്ത്രിച്ച് ഇത്രയും വർഷങ്ങൾ എന്നെ ധ്യാനിച്ചത്, ത്വയാ ഏവ അങ്ങ് എന്നെ ധ്യാനിച്ചത്, അഹം സമർച്ചിത എന്ന് വെച്ചാൽ അഹം എന്ന് വെച്ചാൽ എന്നെ സമർച്ചിത, എന്നിൽ സമർപ്പിച്ച് ധ്യാനിച്ചത്. ആ ആഗ്രഹം എന്തെന്ന് എനിക്കറിയാം. അതാണ് ആ പറഞ്ഞത്. അപ്പം എന്താഗ്രഹം നേടിയെടുക്കാനാണോ ഇത്രയും വർഷങ്ങൾ അങ്ങ് ശരീരമനോ ബുദ്ധിയെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് എന്നിൽ പൂർണ്ണ സമർപ്പണം ചെയ്ത് ധ്യാനിച്ചത് എന്താഗ്രഹം നേടിയെടുക്കാനാണോ അങ്ങയുടെ മനസ്സിലുള്ള ആഗ്രഹം എന്തെന്ന് എനിക്കറിയാം. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വളരെ നേരത്തെ തന്നെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. ശ്ലോകം 24. ന വൈ ജാതു മൃഷായേവ സ്യാത് പ്രജാ അധ്യക്ഷ മത് അർഹണം ഭവദ്വിദേഷു അതിതരാമയി സംഗൃഭിത ആത്മനാം ന വൈ ജാതു മൃഷായേവ സ്യാത് പ്രജാധ്യക്ഷമതർഹണം ഭവദ്വിദേഷു അതിതരാമയി സംഗൃഭിത ആത്മനാം. ഇവിടെ പ്രജാധ്യക്ഷ അല്ലയോ പ്രജാപതേ. അപ്പോൾ ഇവിടെ പറയുന്നത് കർദമ മഹർഷിയാണ്. ഭഗവാൻ പറയാണ്, അല്ലയോ പ്രജാപതേ, സംഗൃഭിത ആത്മനം മയി എന്ന് വെച്ചാൽ എന്നിൽ, ഭഗവാൻ പറയാണ് എന്നിൽ സംഗൃഭിത ആത്മനം, എന്നിൽ മനസ്സുറപ്പിച്ച് പൂർണ്ണമായി എന്നിൽ മനസ്സുറപ്പിച്ച് മതർപ്പണം എന്നിൽ പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്ന എന്നെ ധ്യാനിക്കുന്നത് ആരാണോ അവൻ്റെ ജാതു അവൻ്റെ ആ ആരാധനയെ മൃഷായേവ എന്ന് വെച്ചാൽ ഉപയോഗശൂന്യമാവുക, എന്ന് വെച്ചാൽ ഇല്ല. എന്നിൽ ആരാണോ പൂർണ്ണമായി ശരണാഗതി അടഞ്ഞ മനസ്സ് എന്നിൽ അർപ്പിച്ചുകൊണ്ട് അവൻ്റെ ആ കർമ്മ എന്നിൽ പൂർണ്ണമായി സമർപ്പിച്ച് എന്നെ ആരാധിക്കുന്നത്, അവൻ്റെ ആ പ്രാർത്ഥന അവൻ്റെ ആ ആരാധന ഒരിക്കലും വ്യർത്ഥമാവില്ല. എന്നിട്ട് പറയാണ് ഭവദ്വിദേശു, പ്രത്യേകിച്ച് അങ്ങയെപ്പോലെയുള്ളവരുടെ, അതിതരാന്ന് വെച്ചാൽ പ്രത്യേകിച്ച്, അതായത് അങ്ങയെപ്പോലെയുള്ള മഹർഷിമാരെ, അദ്ദേഹം ഇപ്പോൾ ഈ തപസ് കൊണ്ട് മാത്രമല്ല അതിന് മുന്നേ തന്നെ മഹർഷി തുല്യനാണ് കർദമ പ്രജാപതി. അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങയെപ്പോലെ മഹർഷി തുല്യമായി ഭൗതികമായ കാര്യങ്ങളിൽ നിന്നൊക്കെ മുക്തമായി ഇരിക്കുന്ന അങ്ങയ്ക്ക് സ്യാദ്, തീർച്ചയായിട്ടും അങ്ങയുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് പറയുന്നത്. അപ്പൊ ആരാണ് എന്നിൽ പൂർണ്ണമായിട്ടും ശരണാഗതി, ഇനി ഒരു രക്ഷയില്ല, എനിക്ക് ഭഗവാൻ തന്നെ എന്ന ശരണാഗതി അടഞ്ഞിരിക്കുന്നത്, അവരുടെ ആരാധന എങ്ങനെ എനിക്ക് കാണാതിരിക്കാൻ പറ്റും? പ്രത്യേകിച്ച് അങ്ങയെപ്പോലെയുള്ളവരുടെ ഒരിക്കലും അത് കേൾക്കാതിരിക്കാനോ അത് കാണാതിരിക്കാനോ സാധിക്കില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചിരിക്കും. അതാണ് പറഞ്ഞത്. എന്നിട്ട് പറയുകയാണ് എന്താണ് അങ്ങ് ഭഗവാൻ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം എന്താണ്? അത് ശ്ലോകം 25 പറയുന്നത്, പ്രജാപതി സുത സമ്രാട്ട് മനുഹു വിഖ്യാതമംഗളഃ ബ്രഹ്മാവർത്തം യഹ അതിവസൻ ശാസ്തി സപ്താർണവം മഹീം. ചെയ്തു വെച്ചിരിക്കുന്ന ഇതാണ് കേട്ടോ. പ്രജാപതി സുത, പ്രജാപതിയുടെ പുത്രൻ, അതായത് ബ്രഹ്മദേവന്റെ പുത്രൻ, സമ്രാട്ട്, ഇപ്പോഴത്തെ ഭൂമിയുടെ സമ്രാട്ടും മനു വിഖ്യാത, മനു എന്ന പേരിൽ പ്രശസ്തനായിട്ടുള്ള മംഗള, ധാർമ്മികമായ കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്ന അദ്ദേഹം എന്ന് വെച്ചാൽ അദ്ദേഹം ആരാണോ ബ്രഹ്മാവർത്തം അധിവസൻ, അദ്ദേഹം ബ്രഹ്മാവർത്തം എന്ന സ്ഥലത്ത് അധിവസൻ താമസിച്ചുകൊണ്ട് സപ്താർണവം മഹി, 7 നദികളാൽ അല്ലെങ്കിൽ 7 സമുദ്രങ്ങളാൽ സപ്താർണവം മഹി ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭൂമിയെ ശാസ്തി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബ്രഹ്മദേവന്റെ പുത്രനും അതുപോലെ ധാർമ്മിക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നവനുമായ ഇന്ന് ഭൂമിയുടെ സമ്രാട്ടായുള്ള സ്വയംഭൂവ മനു ഇപ്പോൾ ബ്രഹ്മാവർത്തം എന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ട് 7 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമല്ല, ഭൂമി മൊത്തം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്ലോകം 26. സ ച ഇഹ വിപ്ര രാജർഷി മഹിഷ്യ ശതരൂപയ ആയാസ്യതി ദിദൃക്ഷു ത്വാം പരശ്വോ ധർമ്മകോവിദഃ.
സ ച ഇഹ വിപ്ര രാജർഷി മഹിഷ്യാ ശതരൂപയ ആയാസ്യതി ദിദൃക്ഷുസ്ത്വാം പരശോ ധർമ്മകോവിദഃ സഹ. ആ സ്വയംഭുവ മനു ഇഹ ഇവിടെ ഇപ്പൊ ഇവര് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് എവിടെയായിരിക്കും? സരസ്വതി നദിയുടെ തീരത്താണല്ലേ. ഇവിടെ ഇപ്പോൾ വിപ്ര അല്ലയോ കർദമ മഹർഷി, ആ സ്വയംഭുവ മനു ഇവിടെ രാജർഷിയായിട്ടുള്ള അദ്ദേഹം മഹിഷ്യ ശതരൂപ, അദ്ദേഹത്തിൻ്റെ പട്ടമഹിഷിയായിട്ടുള്ള രാജ്ഞിയായിട്ടുള്ള ശതരൂപയെയും കൂട്ടി ആയാസ്യതി വരുന്നതാണ്. ദിദൃക്ഷു ത്വാം അങ്ങയെ കാണാൻ ആഗ്രഹിച്ചിട്ടെന്ന്, കർദമ മഹർഷിയെ കാണാൻ ആഗ്രഹിച്ചിട്ട് സ്വയംഭുവ മനു അദ്ദേഹത്തിൻ്റെ പട്ടമഹിഷിയായിട്ടുള്ള ശതരൂപയെയും കൂട്ടിയിട്ട് അങ്ങയെ കാണാൻ അടുത്ത് തന്നെ എപ്പോഴാണ് വരിക? പരശ്വ എന്ന് വെച്ചാൽ മറ്റന്നാൾ ഇവിടെ വരുന്നതാണ്. ധർമ്മകോവിദഃ, എല്ലാ ധാർമ്മികമായ കർമ്മങ്ങളും നന്നായി അറിയുന്ന പണ്ഡിതനാണ്, വിദഗ്ധനാണ് അദ്ദേഹം. അതാണ് ആ പറഞ്ഞത്. അപ്പോൾ സ്വയംഭുവ മനു അദ്ദേഹത്തിൻ്റെ പത്നിയായ ശതരൂപയോടുകൂടി ചേർന്ന് അങ്ങയെ കാണാനായിട്ട് മറ്റന്നാൾ ഇവിടെ ഈ സരസ്വതി നദിയുടെ തീരത്ത് അവർ വരുന്നതാണ് എന്നാണ് പറഞ്ഞത്. ഇനി എന്താണ് അത് വരുന്നത് കൊണ്ടുള്ള കാര്യം എന്നാണ് പറയുന്നത്. ശ്ലോകം 27. ആത്മജം അസിതാ അഭാംഗി വയശീല ഗുണാന്വിതം മൃഗയന്തീം പതിം ദാസ്യതി അനുരൂപയാ തേ പ്രഭോ. അതായത് ആത്മജം സ്വയംഭുവ മനു തൻ്റെ പുത്രിയായിട്ടുള്ള ആത്മജം എന്ന പുത്രി അസിത അപാംഗി എന്ന് വെച്ചാൽ കറുത്ത് മനോഹരമായ കണ്ണുകളുള്ള വയസ്സ് പ്രായം തികഞ്ഞ ശീല, അതായത് നല്ല സ്വഭാവമുള്ള എല്ലാ സദ്ഗുണങ്ങളോടും കൂടിയ, അതാണ് പറയുന്നത് സ്വയംഭുവ മനുവിൻ്റെ പുത്രി കറുത്തു മനോഹരമായ കണ്ണുകളുള്ള, പ്രായം കൊണ്ടും സ്വഭാവം കൊണ്ടും അങ്ങേക്ക് ഇണങ്ങിയ ആ പെൺകുട്ടിയെ മൃഗയന്തി പതി, അവൾക്കൊരു പതിയെ ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുകയാണ് അച്ഛനും അമ്മയും ചേർന്നിട്ട്. സ്വയംഭുവമനുവും ശതരൂപയും സ്വന്തം മകൾക്ക് ഒരു പതിയെ അന്വേഷിക്കുകയാണ്. അവര് ദാസ്യതി എന്ന് വെച്ചാൽ അവർ തരും. അനുരൂപായ തേ, അങ്ങേക്ക് അനുരൂപയായ ആ പെൺകുട്ടിയെ അവര് അങ്ങേക്ക് വിവാഹം ചെയ്ത് തരും പ്രഭോ, അല്ലയോ കർദമ മഹർഷി. ഇപ്പൊ ഭഗവാൻ പറയാണ്, കർദമ മഹർഷി സ്വയംഭുവമനു എന്ന ഇപ്പത്തെ ഭൂമിയുടെ സമ്രാട്ട് ബ്രഹ്മാവർത്തം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്തുകൊണ്ട് ഭൂമി ഭരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ പത്നിയായ ശതരൂപയോടൊപ്പം മറ്റന്നാൾ ഇവിടെ അങ്ങയെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ വരും. അദ്ദേഹത്തിൻ്റെ പുത്രി കറുത്ത കണ്ണുകളുള്ള അത്രയും മനോഹരയായ സത്സ്വഭാവവും സദ്ഗുണസമ്പന്നയായ ആ പെൺകുട്ടിയെ, അവൾക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ തിരയുകയാണ് അവര്. അപ്പോൾ അവർ തീർച്ചയായും ഇവിടെ വരും. എന്നിട്ട് അങ്ങേക്ക് അനുയോജ്യയായ ആ പെൺകുട്ടിയെ, അദ്ദേഹത്തിൻ്റെ മകളെ അങ്ങേക്ക് വിവാഹം ചെയ്ത് തരും. ശ്ലോകം 28. സമാഹിതം തേ ഹൃദയം യത്ര ഇമാൻ പരിവത്സരാൻ സാത്വാം ബ്രഹ്മൻ നൃപവധു കാമം ആശു ഭജിഷ്യതി. സമാഹിതം തേ ഹൃദയം, അതായത് സമാഹിതം എന്ന് വെച്ചാല് ഉറച്ചു നിൽക്കുക. തേ ഹൃദയം, അങ്ങയുടെ ഹൃദയം, എത്ര ഇമാൻ ഏതൊരു ആഗ്രഹത്താൽ, പരിവത്സരാൻ എന്ന് വെച്ചാല് ഒരുപാട് വർഷം ഒരു ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് മനസ്സിൽ ആ ഒരു ആഗ്രഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്നെ ധ്യാനിച്ചു ഒരുപാട് വർഷം. അതാണ് പറയുന്നത് എത്ര ഇമാൻ പരിവത്സരാൻ. എത്ര ഈമാൻ എന്ന് വെച്ചാൽ ഏതൊരു ആഗ്രഹത്തെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിട്ടാണോ അങ്ങ് ഇത്രയും കാലം എന്നെ ധ്യാനിച്ചത്, ഒരുപാട് വർഷം അങ്ങ് കൊണ്ടു നടന്നത്, അത് പൂർണ്ണമായിട്ട് അതിൽ നിന്നും വ്യതിചലിച്ചിരുന്നില്ല അങ്ങ്. ആ ഒരു ആഗ്രഹം ആ ഒരു പെൺകുട്ടി തന്നെ ത്വാം അങ്ങയെ, ബ്രഹ്മൻ അല്ലയോ മഹർഷിയെ, നൃപവധു ആ രാജ്ഞി തന്നെയാണ് അങ്ങയുടെ ഭാര്യയായിട്ട് വരിക. കാമം ആശു, അവൾ വളരെ പെട്ടെന്ന് തന്നെ അങ്ങയുടെ എല്ലാ അഭിലാഷങ്ങളെയും ഭജിഷ്യതി, സാധിച്ചു തരുന്നതാണ്. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങയുടെ ഹൃദയം, തേ ഹൃദയം എന്ന് വെച്ചാൽ അങ്ങയുടെ ഹൃദയത്തിൽ അങ്ങ് വളരെ കാലമായിട്ട് ഒരു മാറ്റവുമില്ലാതെ ആഗ്രഹിച്ചു കൊണ്ട് നടന്നിരുന്നത് എന്താണോ ആ ഒരു പെൺകുട്ടി, അവൾ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങയുടെ തോം ബ്രഹ്മൻ അല്ലയോ ഭഗവാനെ അങ്ങയുടെ അടുത്ത് വരും. അവൾ തന്നെയാണ് അങ്ങയുടെ ഭാര്യയായിട്ട് വരിക. അവൾ അങ്ങയുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു തരുന്നതാണ്. അതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. ശ്ലോകം 29.
അപ്പൊ ഭഗവാൻ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. അവിടെ സ്വയംഭൂവമനവും ശതരൂപയും തേരിലേറിയിട്ട് മകൾക്ക് പറ്റിയ അനുയോജ്യനായ ഭർത്താവിനെ അന്വേഷിച്ച് ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അവിടെ എത്താറാവുമ്പോൾ അവരുടെ മനസ്സിൽ ആ പ്രകൃതി തന്നെ തോന്നിക്കുകയാണ്, കർദമ മഹർഷിയെ കാണണമെന്ന ആഗ്രഹം. അങ്ങനെ സരസ്വതി നദിയുടെ തീരത്തെത്തുകയാണ്. അങ്ങനെയാണ് മഹർഷിയെ കാണുന്നതും മകളെ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതും. അപ്പൊ അതൊക്കെ ഭഗവാന്റെ തിരക്കഥയാണ്. കണ്ടോ, അതാണ് നമ്മുടെ ഉള്ളിൽ അതനുസരിച്ച് ഓരോന്ന് തോന്നുന്നത്. ഇന്ന സ്ഥലത്തേക്ക് പോകണം, ഇന്നത് ചെയ്യണം, ഇതൊക്കെ നമുക്ക് തോന്നിക്കുന്നത് ഈ വിവാഹമൊക്കെ നമ്മളുടെ പ്ലാനിങ് ഒന്നല്ല, അച്ഛനമ്മമാരുടെ പ്ലാനിങ്ങും അല്ല, ഭഗവാന്റെ തിരക്കഥയാണ്. അവിടെയാണ് അത് നടക്കുന്നത്. അപ്പൊ ഇന്ന സ്ഥലത്ത് എത്തണം, ഇന്ന ആളെ കാണണം, അപ്പൊ അവിടേക്ക് പോവാനുള്ള തോന്നൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതും ആ ആളെ നമുക്ക് പറഞ്ഞു തരുന്ന വേറൊരാളിലൂടെ നമ്മളത് അറിയാം. ഇന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടിയുണ്ട് അല്ലെങ്കിൽ ഒരു ആളുണ്ട് എന്ന് അറിയാം. ആ അറിവ് നമുക്ക് കിട്ടുന്നത് ആ വ്യക്തിയിലൂടെ ഭഗവാനാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ തിരക്കഥയ്ക്കനുസരിച്ച് ആടുന്ന പാവകളാണെന്ന് ഭാഗവതം എന്ന് വ്യക്തമായിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ. ശ്ലോകം 29. യാത്തേ ആത്മഭൃതം വീര്യം നവദാ പ്രസവിഷ്യതി വീരേ ത്വദീയേ ഋഷയ ആധാസ്യന്തി അഞ്ജസാ ആത്മന ആധാസ്യന്തി അഞ്ജസാ ആത്മന. യാത്തേ ആത്മഭൃതം വീര്യം നവദാ പ്രസവിഷ്യതി വീരേ ത്വദീയേ ഋഷയ ആധാസ്യന്തി അഞ്ജസാ ആത്മന. യാ അവൾ, ആ ശതരൂപ, അവളുടെ പേര് പറഞ്ഞിട്ടില്ല. അവൾ തേ അങ്ങയാൽ ആത്മവൃതം അവളിൽ അങ്ങ് പ്രവേശിപ്പിക്കുന്ന വീര്യം, ആ ബീജത്തെ നവദ 9 പുത്രിമാരായി പ്രസവിക്കും. അപ്പൊ ശതരൂപയുടെ ഉള്ളിലേക്ക് അങ്ങ് പ്രവേശിപ്പിക്കുന്ന അങ്ങയുടെ ആ ബീജത്തെ 9 പുത്രിമാരായിട്ട് അവൾ ശതരൂപ പ്രസവിക്കും. വീരേ ത്വദീയേ, അതായത് ആ പുത്രിമാരിൽ, വീരേ ത്വദീയേ എന്ന് വെച്ചാൽ അങ്ങയുടെ ആ 9 പുത്രിമാരിൽ ഋഷയ മഹർഷിമാരായിട്ടുള്ള 9 മഹർഷിമാർ ആദാസ്യന്തി എന്ന് വെച്ചാൽ അവരും പ്രസവിക്കുന്നു. അഞ്ജസ എന്ന് വെച്ചാൽ നിഷ്പ്രയാസം, ബുദ്ധിമുട്ട് എളുപ്പത്തിൽ, ആത്മന സന്താനങ്ങളെ. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന 9 പുത്രിമാരെ മറ്റു മഹർഷിമാർ ആ പുത്രിമാരിൽ സത്സന്താനങ്ങളെ സൃഷ്ടിക്കും. അതാണ് പറഞ്ഞത്. അപ്പോൾ വരാൻ പോകുന്ന കാര്യത്തെ കർദമ മഹർഷിക്ക് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. മറ്റന്നാള് സ്വയംഭൂവമനുവും ശതരൂപയും ഇവിടെ വരും. അവരുടെ പുത്രി സ്വയംഭൂവമനുവും ശതരൂപയും ഇവിടെ വരും. അവരുടെ പുത്രിയെ അങ്ങേക്ക് വിവാഹം കഴിച്ചു നൽകും. അങ്ങേക്ക് അനുയോജ്യമായ പെൺകുട്ടിയാണ്. അവളിൽ അങ്ങ് ബീജത്തെ പ്രവേശിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് 9 പുത്രിമാരെ അവൾ പ്രസവിക്കും. ഈ 9 പെൺകുട്ടികളെയും മറ്റു പ്രധാനപ്പെട്ട മഹർഷിമാര് രുചി തുടങ്ങിയ മഹർഷിമാർ ഈ 9 പെൺകുട്ടികളിലൂടെ സന്താനങ്ങളെ സൃഷ്ടിക്കും. മനസ്സിലായ, മക്കളെ ജനിപ്പിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അവരിലൂടെയാണ് സൃഷ്ടി നടക്കുന്നത്. അപ്പൊ സ്ത്രീ പുരുഷ ഇണചേരലിലൂടെ സൃഷ്ടി നടന്നത് എങ്ങനെ എന്നാണ് ഇപ്പോൾ അത് കർദമ മഹർഷിയിലൂടെയാണ് ആരംഭിച്ചത്. സ്വയംഭൂവമനും ശതരൂപയിലൂടെയും തുടങ്ങിയിട്ട് പിന്നെ കർദമ മഹർഷി ദേവഹൂതി അവരിലൂടെയാണ് അത് തുടങ്ങി അങ്ങനെ ആരംഭിക്കുന്നത് എന്നർത്ഥം. ഇനി അത് മാത്രമല്ല, ശ്ലോകം 30. ത്വം ച സമ്യക് അനുഷ്ഠായ നിദേശം മേ ഉശത്തമഃ മയി തീർത്ഥീകൃത അശേഷക്രിയാർത്ഥഃ മാം പ്രപത്സ്യസേ. ത്വം ച സമ്യക് അനുഷ്ഠായ നിദേശം മേ ഉശത്തമഃ മയി തീർത്ഥീകൃത അശേഷക്രിയാർത്ഥഃ മാം പ്രപത്സ്യസേ. ത്വം, ഇനി അത് മാത്രമല്ല, ത്വം അതായത് കർദമമുനി അങ്ങ് സമ്യക് അനുഷ്ഠായ ശരിയായ രീതിയിൽ അനുഷ്ഠിക്കുന്നു. നിർദ്ദേശം മേ, എൻ്റെ നിർദ്ദേശങ്ങളെ, ഞാനീ പറയുന്ന എൻ്റെ എല്ലാ ആജ്ഞകളെയും അങ്ങ് ശരിയായ രീതിയിൽ അനുഷ്ഠിച്ചിട്ട് ഉശത്തമ പൂർണ്ണമായും പരിശുദ്ധീകരിക്കപ്പെട്ട് മയി എന്നിൽ തീർത്ഥീകൃത എല്ലാം എന്നിൽ സമർപ്പിച്ച് അശേഷക്രിയാർത്ഥ അങ്ങ് ചെയ്യുന്ന സകല കർമ്മങ്ങളെയും എന്നിൽ സമർപ്പിക്കുന്നു. അശേഷക്രിയാർത്ഥം എന്ന് വെച്ചാൽ ക്രിയാർത്ഥം, സകല കർമ്മത്തിൻ്റെയും ഫലങ്ങളെയും എന്നിൽ സമർപ്പിച്ചിട്ട് അവസാനം എന്നെ പ്രപത്സ്യസേ, എന്നിലേക്ക് തന്നെ അങ്ങ് ലയിക്കുകയും ചെയ്യും. അപ്പോൾ സൃഷ്ടി മാത്രമല്ല, ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള സൃഷ്ടി മാത്രമല്ല കർദമ മഹർഷി ചെയ്യുക. ആ സൃഷ്ടിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അങ്ങ് പൂർണ്ണമായും ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ആജ്ഞ ഉചിതമായ രീതിയിൽ അങ്ങ് നടത്തും.
ആക്കി പരിപൂർണമായും ശുദ്ധീകരിക്കപ്പെട്ടിട്ട് അങ്ങയുടെ സകല കർമ്മങ്ങളും എന്നിൽ സമർപ്പിക്കുന്നു. കർമ്മഫലങ്ങളെയും എന്നിൽ സമർപ്പിച്ച് അങ്ങ് അതൊക്കെ സ്വധർമ്മം പൂർത്തിയാക്കി അവസാനം അങ്ങ് എന്നിലേക്ക് തന്നെ ലയിക്കുകയും ചെയ്യും. അപ്പം അതാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ ആളുകൾ ജനിക്കുമ്പോഴും ഓരോ കർമ്മം ചെയ്യാൻ ഭഗവാൻ ഇച്ഛിക്കുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ അവർ ചെയ്ത് പോകണമെന്ന്. പക്ഷേ ആ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണോ ഞാൻ പ്രവർത്തിക്കുന്നത് എന്നറിയണമെങ്കിൽ മനസ്സ് ഞാൻ എന്ന അഹങ്കാരം അവിടെ ശമിച്ചിട്ട് നമ്മുടെ മനസ്സ് ശാന്തമാവണം, ഏകാഗ്രമാവണം. ഈശ്വരേച്ഛ എന്താണെന്ന് അറിയണമെങ്കിൽ ഭക്തി വേണം, മനസ്സ് ഏകാഗ്രമാവണം, മനസ്സ് ശാന്തമാവണം. അപ്പോഴാണ് ഈ ജന്മത്തിൽ ഞാൻ ചെയ്യേണ്ട കർമ്മം ഈശ്വര നിശ്ചയം അനുസരിച്ചുള്ള കർമ്മം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനും അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനും കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തമായി ആത്മസാക്ഷാത്കാരം നേടാനും സാധിക്കുകയുള്ളൂ. അങ്ങനെയല്ലാത്ത നമ്മൾ ചെയ്യുന്ന സകല കർമ്മങ്ങളും നമുക്ക് പ്രാരാബ്ധങ്ങളെ പേരിത്തരുകയാണ്. അതാണ് പുനർജന്മങ്ങൾക്കും കാരണമാകുന്നത്. അതാണ് ഇവിടെ നമുക്ക് കാണിച്ചു തന്നത്. നിർദ്ദേശം കിട്ടിയത് സൃഷ്ടികർമ്മം നടത്താനാണ്. ഓടിപ്പോയി കല്യാണം കഴിച്ച് കുട്ടികളുണ്ടാക്കുകയല്ല ചെയ്തത്. എങ്ങനെ ഞാൻ ആ അത് ഈശ്വരേച്ഛ എന്താണ്? സൃഷ്ടികർമ്മം നടത്തണമെങ്കിൽ അത് ഈശ്വരൻ ഭഗവാൻ പ്രകൃതി ഇച്ഛിക്കുന്ന രീതിയിൽ ആ കർമ്മം എനിക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ പ്രകൃതിയുടെ ഇച്ഛ അറിയണം, എൻ്റെ ആഗ്രഹമല്ല. അപ്പോൾ പ്രകൃതിയുടെ ഇച്ഛ എന്തെന്നറിയണമെങ്കിൽ മനസ്സ് ശാന്തമാവണം, ഏകാഗ്രമാവണം, അഹങ്കാരം ശമിക്കണം. അതിനാണ് അദ്ദേഹം തപസ് ചെയ്യാൻ പോയത്. അപ്പോഴാണ് ഭഗവാൻ പ്രത്യക്ഷനാകുന്നതും. എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു, അങ്ങ് എൻ്റെ ആഗ്രഹം ഇതാണ്, സൃഷ്ടികർമ്മം നടത്താൻ അല്ല, എന്നിൽ നിക്ഷിപ്തമായ കർമ്മം ഇതാണെന്ന് ഞാൻ ബ്രഹ്മാവിനിൽ നിന്ന് അറിഞ്ഞു. പക്ഷെ അതെങ്ങനെ ചെയ്യണം? അത് ഭംഗിയായി ചെയ്യണമെങ്കിൽ ശക്തി വേണ്ടേ? ആ ശക്തിയുടെ അനുഗ്രഹവും ആശീർവാദവും ഉണ്ടെങ്കിലേ എല്ലാം എനിക്കത് സാധിക്കുകയുള്ളൂ. എൻ്റെ ഈ ജന്മത്തിലെ സ്വധർമ്മം സൃഷ്ടി നടത്തുക എന്നതാണ്. അതെനിക്ക് സ്വധർമ്മമായി അനുഷ്ഠിക്കണമെങ്കിൽ അവിടുത്തെ ആശീർവാദം ഉണ്ടായേ തീരൂ. അതിനെന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞപ്പോഴാണ് ഭഗവാൻ എന്താണ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ, ആഗ്രഹിച്ച പോലെയുള്ള പത്നിയെ കിട്ടും, ഇത്ര മക്കളെ ഉണ്ടാക്കും, ആ 9 പെൺകുട്ടികളിലൂടെയും മറ്റു മഹർഷിമാർ സന്താനങ്ങളെ സൃഷ്ടിക്കും, എല്ലാം കർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ച് ചെയ്തുകൊണ്ട് പൂർണ്ണ പരിശുദ്ധനായി അങ്ങ് എന്നെ തന്നെ പ്രാപിക്കുമെന്നും പറഞ്ഞു. ഇനി ശ്ലോകം 31 കഴിഞ്ഞിട്ടില്ല. ഒരു പുത്രനും കൂടി ജന്മം കൊടുക്കുന്നുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. കൃത്വാ ദയാം ച ജീവേഷു ദത്വാ ച അഭയം ആത്മവാൻ മയി ആത്മാനം സഹ ജഗത് ദ്രക്ഷ്യസി ആത്മനി ച അഭിമാം. അതായത് അപ്പോൾ പറഞ്ഞല്ലോ എങ്ങനെയാണ് അവസാനം സകല കർമ്മങ്ങളും എന്നിലേക്ക് സമർപ്പിച്ച് അവസാനം കർദമ മഹർഷി എന്നെ പ്രാപിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനെ എങ്ങനെ ജീവിക്കണം, ആ ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്നും കൂടി ഭഗവാൻ പറഞ്ഞു വെക്കുകയാണ്. കൃത്വാ ദയ, കരുണ കാണിക്കണമെന്ന് ച ജീവേഷു, സകല ജീവികളോടും മനുഷ്യരോടും മൃഗങ്ങളോടും സകല ചരാചരങ്ങളോടും ഹൃദയത്തിൽ കരുണയുള്ളവരായിരിക്കണം, ദയ ഉള്ളവരായിരിക്കണം. അതുമാത്രമല്ല ദത്വാ ച അഭയം, എല്ലാവർക്കും അഭയം ചോദിച്ചു വരുന്ന എല്ലാവർക്കും അഭയസ്ഥാനമാവാനും നമുക്ക് കഴിയണം. എല്ലാ ചരാചരങ്ങളോടും കാരുണ്യത്തോടു കൂടി പെരുമാറി എല്ലാവർക്കും അഭയം നൽകുന്നവനായിട്ട് ആത്മാവാൻ അങ്ങനെ ആത്മാവാണ്. അതായത് ആത്മാവാൻ എന്ന് വെച്ചാൽ ആത്മാവിൽ ലയിച്ച് ആത്മസാക്ഷാത്കാരം നേടുക. അപ്പോൾ നമുക്ക് എല്ലാ ചരാചരങ്ങളെയും സകല ജീവസത്തകളെയും ഒന്നായി എല്ലാവരോടും കരുണ കാണിക്കാൻ പറ്റണമെങ്കിൽ, അവരെ നമുക്ക് ഒന്നായി കാണണമെങ്കിൽ, ഞാൻ എന്ന ഈ ശരീരത്തെ നോക്കിക്കൊണ്ടല്ല, ഉള്ളിൽ വർത്തിക്കുന്ന ആത്മാവിനെ അറിഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെ എന്ന് തോന്നുമ്പോൾ എല്ലാവരോടും ഒരേപോലെ കാരുണ്യത്തോടു കൂടി നമുക്ക് സംസാരിക്കാനും പെരുമാറാനും സ്നേഹിക്കാനും നമ്മുടെ മുന്നിൽ അഭയമായി വരുന്നവർക്കൊക്കെ സുരക്ഷിതത്വവും അഭയം നൽകാനും അങ്ങനെ ആത്മസാക്ഷാത്കാരം നേടാനും സാധിക്കും. മയി ആത്മാനം, അങ്ങനെ മയി എന്ന് വെച്ചാൽ എന്നിൽ, ആത്മാനം കർദമ മഹർഷിയോട് പറയാണ്, എന്നിൽ ആത്മാനം എന്ന് വെച്ചാൽ നിന്നെ തന്നെ, സഹജഗത്ത് ദൃക്ഷ്യസി, നിന്നെ തന്നെയും ഈ മുഴുവൻ ജഗത്തിനെയും, സഹ ജഗത്ത് എന്ന് വെച്ചാൽ മുഴുവൻ ജഗത്തിനെയും ദൃക്ഷ്യസി കാണും. ഇനി ആത്മനി, നിന്നിൽ ച അഭിമാ, എന്നെയും ദർശിക്കും. മനസ്സിലായ? എന്നിൽ നീ നിന്നെയും ഈ മുഴുവൻ ജഗത്തിനെയും ദർശിക്കും, നിന്നിൽ എന്നെയും കാണും. അപ്പം നിന്നിൽ എന്നെയും കാണുമെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് കണ്ണടച്ച് നോക്കിയാൽ നമ്മുടെ ഉള്ളിൽ ആ പരമാത്മാവിനെ
ആ ബോധസ്വരൂപൻ ഉണ്ട് എന്ന് നമ്മൾ കാണുന്നു. അതുപോലെ ഭഗവാനിലേക്ക് നോക്കുമ്പോൾ നമ്മളും ഈ മുഴുവൻ പ്രപഞ്ചവും ഭഗവാനിൽ നമുക്ക് കാണാനും സാധിക്കുന്നു. അങ്ങനെ കാണണമെങ്കിൽ എല്ലാം ഒരു ആത്മീയമായ തലത്തിൽ ആ ഒരു വീക്ഷണകോൺ നമുക്ക് വന്നാൽ, ഭൗതിക വീക്ഷണകോണിൽ നോക്കുമ്പോൾ എല്ലാം വ്യത്യാസമാണല്ലേ, എല്ലാവരും വ്യത്യാസമാണ്. ആത്മീയ വീക്ഷണത്തിലൂടെ നോക്കും, ആ കോണിലൂടെ നോക്കുമ്പോൾ എല്ലാം ആത്മാവ് തന്നെ, മായയിലുള്ള വ്യത്യസ്ത രൂപങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരോടും ഒരേപോലെ കാരുണ്യവും എല്ലാവർക്കും അഭയവും നൽകുന്നവരായി ജീവിച്ച് ആത്മസാക്ഷാത്കാരം നേടി ഭഗവാനിൽ മുഴുവൻ പ്രപഞ്ചത്തെയും അവനവനിൽ ഭഗവാനെയും കണ്ടുകൊണ്ട് സാക്ഷാത്കാരത്തെ പ്രാപിക്കുകയും ചെയ്യുമെന്ന് ഭഗവാൻ കർദമ മഹർഷിയോട് പറഞ്ഞു വെച്ചു. ശ്ലോകം 32. സഹ അഹം സ്വാം അംശകലയ സഹ അഹം സ്വാം അംശകലയ ത്വദ്വീര്യേണ മഹാമുനെ തവ ക്ഷേത്രേ ദേവഹൂത്യാം പ്രണേഷ്യ തത്വസംഹിതാം. അപ്പോൾ 9 പെൺകുട്ടികളും മാത്രമല്ല പറയുന്നത്, സഹ ഒപ്പം, അഹം ഞാൻ, സ്വം അംശകലയ എൻ്റെ ഒരു അംശാവതാരമായിട്ട്, ത്വദ്വീര്യേണ അങ്ങയുടെ വീര്യത്തിൽ നിന്നും, മഹാമുനി അല്ലയോ കർദമ മഹർഷി അങ്ങയുടെ വീര്യത്തിൽ നിന്നും ദേവഹൂതിയിൽ 9 പെൺമക്കൾ മാത്രമല്ല എൻ്റെ ഒരു അംശാവതാരമായിട്ട്, തവ ക്ഷേത്രേ ദേവഹൂത്യ അങ്ങയുടെ പത്നിയായ ദേവഹൂതിയിൽ ഞാൻ തന്നെ എൻ്റെ ഒരു അംശാവതാരം ജനിക്കും. എന്തിനാ ജനിക്കുന്നത്? പ്രണേഷ്യ തത്വസംഹിതാം, തത്വശാസ്ത്രം, സാഖ്യശാസ്ത്രത്തെ, മുഴുവൻ തത്വങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ തത്വശാസ്ത്രത്തെ, സാഖ്യശാസ്ത്രത്തെ ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കാനായിട്ട്, ഉപദേശിച്ചു കൊടുക്കാനായിട്ട് എൻ്റെ അവതാരമായിട്ട് ഒരു പുത്രൻ ഈ 9 പെൺമക്കൾക്ക് താഴെയായിട്ട് കർദമ മഹർഷിക്കും ദേവഹൂതിക്കും പിറക്കും. എൻ്റെ അംശാവതാരം തന്നെയാണത്. അതെന്തിനാണ് ജനിക്കുന്നത്? ഈ ലോകത്തിന് സാഖ്യശാസ്ത്രം, തത്വശാസ്ത്രത്തെ പറഞ്ഞു കൊടുക്കാൻ, ഉപദേശിച്ചു കൊടുക്കാനായിട്ട് ഒരു പുത്രൻ നിങ്ങൾക്ക് ജനിക്കും. അതെൻ്റെ അംശാവതാരം തന്നെയാണ് എന്ന് പറഞ്ഞു. ശ്ലോകം 33. മൈത്രേയ ഉവാച. മൈത്രേയ മഹർഷി തന്നെയാണ് വീണ്ടും പറയുകയാണ്. ഏവം തം അനുഭാഷ്യ അധ ഭഗവാൻ പ്രത്യക് അക്ഷജഃ ജഗാമ ബിന്ദു സരസ സരസ്വത്യ പരിശ്രീതാത്. അതായത് ഏവം ഇപ്രകാരം തം കർദമ മുനിയോട് അനുഭാഷ്യ പറഞ്ഞിട്ട് അതാ പിന്നീട് ഭഗവാൻ ശ്രീഹരി പ്രത്യക് അക്ഷജ എന്ന് വെച്ചാൽ എന്നല്ലോ, അതായത് ശരീരമനോബുദ്ധി പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ അടങ്ങിക്കഴിയുമ്പോൾ മാത്രം പ്രത്യക്ഷനാകുന്ന, ദർശിക്കാൻ കഴിയുന്ന ആ ഭഗവാൻ, അതാണ് ആ പറഞ്ഞത് പ്രത്യക്ഷ. ശരീരമനോബുദ്ധി ചിന്തകൾ, ആ ഇന്ദ്രിയങ്ങൾ ഇതൊക്കെ അടങ്ങിക്കഴിയുമ്പോൾ മാത്രമേ ഭഗവാനെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് കർദമ മുനിക്ക് ഇതെല്ലാം തപസ്സിലൂടെ അടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഭഗവാന്റെ ദർശനം കിട്ടിയത്. അപ്പോൾ സകല ഇന്ദ്രിയങ്ങളും അടങ്ങിക്കഴിയുമ്പോൾ മാത്രം ദർശിക്കാൻ സാധിക്കുന്ന, അതാണ് പ്രത്യക്ഷ. അങ്ങനെയുള്ള ആ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞതിന് ശേഷം ജഗാമ അപ്രത്യക്ഷനായി ബിന്ദു സരസിൽ നിന്നും സരസ്വത്യ പരിശ്രിതാത്ത്, സരസ്വതി നദിയാൽ പരിശ്രിതാത്ത് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം, അതാണ് ബിന്ദു സരസ്. അവിടെയാണ് കർദമ മഹർഷി തപസ് ചെയ്തത്, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അവിടെ നിന്നും, ആ ബിന്ദു സരസിൽ നിന്നും അദ്ദേഹം അപ്രത്യക്ഷനായി. ശ്ലോകം 34. നിരീക്ഷിതഃ തസ്യ യയൗ അശേഷ സിദ്ധേശ്വര അഭിഷ്ടുത സിദ്ധമാർഗഃ ആകർണയൻ പത്ര രതേന്ദ്രപക്ഷൈഃ ഉച്ചാരിതം സ്തോമം ഉദീർണ സാമഃ. നിരീക്ഷിതഃ തസ്യ യയൗ അശേഷ സിദ്ധേശ്വര അഭിഷ്ടുത സിദ്ധമാർഗഃ ആകർണയൻ പത്ര രതേന്ദ്രപക്ഷൈഃ ഉച്ചാരിതം സ്തോമം ഉദീർണ സാമഃ. നിരീക്ഷിത കർദമ മുനി നോക്കി നിൽക്കുമ്പോൾ തന്നെ, തസ്യ എന്നുവെച്ചാൽ കർദമ മഹർഷി നോക്കി നിൽക്കുമ്പോൾ തന്നെ, യയൗ എന്ന് വെച്ചാൽ പോയി, അശേഷ സിദ്ധേശ്വര
എല്ലാ സിദ്ധന്മാരാലും അഭിഷ്ടുത പുകഴ്ത്തപ്പെടുന്ന കീർത്തിക്കപ്പെടുന്ന സിദ്ധമാർഗ അവരെല്ലാവരും ചെന്നെത്താൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു മാർഗമായിട്ടുള്ള ഭഗവാൻ യയോ അവിടെ നിന്നും പോയിന്ന്. ഇപ്പൊ കർദമ മഹർഷി അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ എല്ലാ സിദ്ധന്മാരാലും പൂജിക്കപ്പെടുന്ന പുകഴ്ത്തപ്പെടുന്ന എല്ലാ സിദ്ധന്മാരും ചെന്നെത്താൻ ആഗ്രഹിക്കുന്ന ആ പരമപദമായിട്ടുള്ള ഭഗവാൻ ശ്രീഹരി അവിടെ നിന്നും അപ്രത്യക്ഷനായി. യയോ എന്ന് വെച്ചാൽ പോയി. പോകുമ്പോൾ കർദമ മഹർഷി എങ്ങനെയാണ് നിന്നിരുന്നത് അതാണ് പറയുന്നത്. പത്രരഥേന്ദ്ര പക്ഷൈഹി ഉച്ചാരിതം. പത്രരഥ ഇന്ദ്രത പക്ഷികളുടെ രാജാവായിട്ടുള്ള ഗരുഡന്റെ ഉച്ചാരിതം ഗരുഡന്റെ ചിറകുകൾ ഉച്ചാരിതം എന്ന് വെച്ചാൽ ഉച്ചരിക്കുക. അപ്പൊ ചിറകിട്ട് അടിക്കുമ്പോൾ ആ ചിറകുകളിൽ നിന്നും ഒരു ശബ്ദം വരുന്നുണ്ട്. അതാണ് ആ ചിറകുകൾ ഉച്ചരിക്കുന്നത് സ്തോമം ഉദീർണ സാമവേദത്തിലെ ഭഗവാന്റെ സ്തുതി ഗീതങ്ങളാണെന്ന് ഗരുഡന്റെ ചിറകടിയിൽ നിന്നും ഉച്ചരിക്കുന്നത്. ആ കർണയൻ അത് കേട്ടുകൊണ്ട് ഇങ്ങനെ ഭഗവാനെ തൊഴുതു നിൽക്കുന്ന കർദമ മുനി നോക്കി നിൽക്കുകയാണ് ഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായത്. അപ്പോൾ ഗരുഡന്റെ ചിറകടി കൊണ്ട് പാടുന്ന സാമവേദത്തിലെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള ശ്ലോകങ്ങൾ, അതാണ് ഗരുഡന്റെ ചിറകടിയിൽ നിന്ന് ചിറകട്ടടിക്കുമ്പോൾ ആ ചിറകടിയിൽ നിന്ന് വരുന്നത് ആ സാമവേദത്തിലെ ശ്ലോകങ്ങളാണ്. ആ ശ്ലോകങ്ങൾ ആ ചിറകടിയിൽ നിന്നും ഉച്ചരിക്കപ്പെടുമ്പോൾ അത് കേട്ടുകൊണ്ട് തൊഴുതു നിൽക്കുന്ന കർദമ മഹർഷി ഇങ്ങനെ നോക്കി നിൽക്കെ ഭഗവാൻ ആകാശത്ത് നിന്നും അപ്രത്യക്ഷനായി അവിടെ നിന്നും പോയി. ശ്ലോകം 35. അധഃ സംപ്രസ്ഥിതേ ശുക്ലേ കർദമ ഭഗവാൻ ഋഷിഃ ആസ്തേ സ്മ ബിന്ദു സരസിതം കാലം പ്രതിപാലയൻ. അധഃ പിന്നീട് സംപ്രസ്ഥിതേ ശുക്ലേ എന്ന് വെച്ചാൽ ഭഗവാൻ സംപ്രസ്ഥിതി പോയതിന് ശേഷം കർദമ ഭഗവാൻ ഋഷി ഭഗവാനും ഋഷിയുമായിട്ടുള്ള കർദമ പ്രജാപതി. ഭഗവാനെ വിളിക്കാൻ എന്താ കാരണം? ഭഗമുള്ളത് കൊണ്ട്, 6 ഗുണങ്ങളോട് കൂടിയ ഭഗമുള്ളത് കൊണ്ടും ഋഷിതുല്യനുമായിട്ടുള്ള കർദമ പ്രജാപതി ആസ്തേസ്മ താമസിച്ചു എന്ന്. ബിന്ദു സരസ് എന്ന സ്ഥലത്ത് കാലം പ്രതിപാലയൻ. അദ്ദേഹം ഭഗവാൻ പറഞ്ഞില്ലേ മറ്റന്നാൾ അവരിവിടെ വരുന്ന്, അവർ വരുന്നതിനെയും കാത്തിട്ടുള്ള കാലം, ആ സമയം കാത്ത് അങ്ങനെ കർദമ മഹർഷി സരസ്വതി നദിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ സ്ഥലമായ ആ ബിന്ദു സരസിൽ അവിടെ തന്നെ താമസിച്ചു. ശ്ലോകം 36. മനുഹു സ്യന്തനം ആസ്ഥായ ശാതകൗംബ പരിച്ഛദം ആരോപ്യ സ്വാം ദുഹിതരം സഭാര്യ പര്യടൻ മഹീം. മനുഹു സ്യന്തനം ആസ്ഥായ ശാതകൗംബ പരിച്ഛദം ആരോപ്യ സ്വാം ദുഹിതരം സഭാര്യ പര്യടൻ മഹീം. മനു സ്വയംഭുവ മനു ശാതകൗംബ പരിച്ഛദം സ്വർണം കൊണ്ട് അലങ്കരിക്കപ്പെട്ട മനോഹരമായ സ്യന്തനം എന്ന് വെച്ചാൽ സ്വന്തം രഥത്തിൽ ആസ്ഥായ കയറിയിരുന്ന് സ്വാം ദുഹിതരം തൻ്റെ പുത്രിയെയും സ്വന്തം ഭാര്യയെയും ആരോപ്യ രഥത്തിൽ കയറ്റിയിട്ട് മഹീം പര്യടൻ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിക്കുക മകൾക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ അന്വേഷിച്ചിട്ടായിരുന്നു. സ്വയംഭുവ മനു അദ്ദേഹത്തിൻ്റെ സ്വർണം പൂശിയിട്ടുള്ള രഥത്തിൽ കയറി ഭാര്യയെയും മകളെയും കയറ്റിയിട്ട് ഭൂമി മുഴുവൻ മകൾക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ അന്വേഷിച്ച് ചുറ്റി സഞ്ചരിച്ചു. ശ്ലോകം 37. തസ്മിൻ സുതന്വൻ അഹനി ഭഗവൻ യത് സമാദിശത് ഉപായാത് ആശ്രമപദം മുനേ ശാന്തവ്രതസ്യ തത്. തസ്മിൻ സുതന്വൻ അഹനി ഭഗവാൻ യത് സമാദിശത് ഉപായാത് ആശ്രമപദം മുനേ ശാന്തവ്രതസ്യ തത്. തസ്മിൻ എന്ന് വെച്ചാൽ അങ്ങനെ. സുതന്വൻ അല്ലയോ വിദുരരെ. സുതന്വൻ എന്നാൽ അല്ലയോ വിദുരരെ എന്നാണ് വിളിക്കുന്നത്, വില്ലാളിയായ വിദുരരെ. അഹനി എന്ന് വെച്ചാൽ അതേ ദിവസം. ഭഗവാൻ ഏത് സമാദിശത്ത് ഭഗവാൻ ഏതൊരു ദിവസമാണോ സ്വയംഭുവമനു ശതരൂപയും മകളെ കൂട്ടിയിട്ട് ഇവിടെ വരുമെന്ന് പറഞ്ഞത് അതേ ദിവസം അഹനി, അതാണ് തസ്മിൻ അഹനി, അതേ ദിവസം പകലിൽ ഉപായാത് ആശ്രമപദം മുനെ കർദമ മുനിയുടെ ആശ്രമത്തിൻ്റെ അരികിൽ അവർ എത്തിച്ചേർന്നു. ശാന്തവ്രതസ്യ തത് അദ്ദേഹത്തിൻ്റെ തപസ് എന്തിനു വേണ്ടിയാണ് അദ്ദേഹം തപസ് ചെയ്തത്? അതിൻ്റെ പൂർണ്ണതയ്ക്കായിട്ട് സ്വയംഭുവ മനു ശതരൂപയും മകളോടൊപ്പം ഭഗവാൻ പറഞ്ഞ അതേ ദിവസം പകല് തന്നെ, ഏതൊരു ദിവസമാണോ ഭഗവാൻ പറഞ്ഞത് അന്നേ ദിവസം പകല് തന്നെ അവർ കർദമ മുനിയെ കാണാൻ ആഗ്രഹിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമ പരിസരത്തിൽ എത്തിച്ചേർന്നു.
മനസ്സിലായില്ലേ? അപ്പൊ ഇന്നത്തെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി നാളെ ഈ ഒരു അധ്യായം പൂർത്തിയാവും. മനസ്സിലായി?